നമസ്കാരം. MRHന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഫ്ത്ത് സെമസ്റ്റർ മെക്കാനിക്കൽ ഫിഫ്ത്ത് സെമസ്റ്ററിൽ നിങ്ങൾ എന്തെല്ലാം സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്, ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ്, അതിൻ്റെ ടൈം എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയാണ് MRH നിങ്ങൾക്ക് വേണ്ടി ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത്. ഏവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്കറിയാം, നമ്മുടെ സിലബസ് അല്ലെ, മെക്കാനിക്കൽ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പ്, അതായത് 5009 കോമൺ കോഴ്സ് എല്ലാവരും ചെയ്യേണ്ട ഫോർത്ത് സെമസ്റ്റർ കഴിയുമ്പോൾ 4 വീക്ക് നമുക്ക് എന്തായിരുന്നു, ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു അല്ലേ. ഏകദേശം അത് 75 മാർക്കിൻ്റെ ഒരു പേപ്പർ തന്നെയാണ് എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പ്. അത് 5009. കാരണം ഈ 5 എന്ന് പറയുന്നതൊക്കെ എന്താണ്, ഫിഫ്ത്ത് സെമസ്റ്ററിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓൾറെഡി ഇത് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് സമ്മർ ഇൻറ്റേൺഷിപ്പ് 2 ഈസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ സെമസ്റ്റർ 4. സെമസ്റ്റർ 4 കഴിയുമ്പോൾ ചെയ്യേണ്ട ഒരു ഇൻറ്റേൺഷിപ്പാണ് എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പ് 2 എന്ന് പറയുന്നത്. 4 ആഴ്ചയാണ് അതിൻ്റെ ദൈർഘ്യം. സോ ഈ ദൈർഘ്യത്തിലൂടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻറ്റേൺഷിപ്പിൻ്റെ ഓൾറെഡി എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. എന്നാൽ അതിന് ഒരു റിപ്പോർട്ട് നിർബന്ധമാണ്. ഇൻറ്റേൺഷിപ്പിന് റിപ്പോർട്ട് ഉണ്ടായിരിക്കും. ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതിനനുസരിച്ച് അല്ലെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങൾ അധ്യാപകർ ചോദിച്ചറിഞ്ഞ് അല്ലെങ്കിൽ വൈവ ചോദിച്ച് അതിനൊരു 75 ഒരു മാർക്ക് ഇടുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് എന്റേതുള്ള ഇൻറ്റേൺഷിപ്പ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. 75 മാർക്കിൽ അതിനൊരു മാർക്ക് ഇടേണ്ടതുണ്ട്. പക്ഷേ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവലാണ് അതിൻ്റെ പേപ്പർ എന്ന് പറയുന്നത്. ഒരു പേപ്പറായിട്ടാണ് നമ്മൾ എന്ത് കാണേണ്ടത്. അതാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ആരെങ്കിലും അത് റിപ്പോർട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കി വെക്കണം. എപ്പോഴാണോ അധ്യാപകർ അത് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ അത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിന് 75 മാർക്കുണ്ട്. ഓക്കെ ആണല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മുൻകരുതലെടുക്കുക, റിപ്പോർട്ട് തയ്യാറാക്കി വെക്കുക. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ്. ഇനി ഈ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 5000 കോമൺ കോഴ്സാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എന്ന് പറയുന്നത് നിങ്ങളുടെ അധ്യാപകർ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നിർമ്മിച്ച് അതിന് ആൻസർ എഴുതിപ്പിക്കുന്ന രീതി, അത് കോളേജിൽ വെച്ച് തന്നെ ആൻസർ എഴുതിപ്പിക്കുന്ന രീതിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ. അടുത്തത് ബോർഡ് ലെവലാണ്. ബോർഡ് ലെവൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിലെ എല്ലാ പോളിടെക്നിക്കുകൾക്കും ഒന്നായിട്ട് SBT നടത്തുന്ന എക്സാമാണ് ബോർഡ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് സേഫ്റ്റി അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലാണ്. സോ അതിൻ്റെ ടോട്ടൽ അവർ എന്ന് പറയുന്നത് 4 അവറുകളാണ്. ആഴ്ചയിൽ 4 അവറാണ് ഉണ്ടാവുക. ഓക്കെ, അതൊരു സബ്ജക്റ്റാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് സേഫ്റ്റി. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ ഒരു പേപ്പറാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഈ ഒരു സെമ്മിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പറാണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് എന്ന് പറയും അല്ലെ. അത് മെക്കാനിക്കലിന് ഉണ്ടായിരുന്ന ഫിഫ്ത്ത് സെമസ്റ്ററിൽ ഉള്ള ഒരു പേപ്പറാണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ്. അതിൻ്റെ അതിനും 4 അവറാണുള്ളത്. ആഴ്ചയിൽ 4 അവറാണുള്ളത്. പക്ഷെ അത് ബോർഡ് പേപ്പറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പറാണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു പേപ്പറാണ്. ഇനി അടുത്തത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നതും ഒരു പ്രോബ്ലം പ്ലസ് ഒരു തിയറി വരുന്ന ഒരു ഏകദേശം ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സിനോട് അത്ര തന്നെ ബുദ്ധിമുട്ടുള്ള മറ്റൊരു പേപ്പറാണ് എന്ത് പറയുന്നത്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും കോർ പേപ്പറാണ്. മെക്കാനിക്കലിൻ്റെ 2 കോർ പേപ്പറുകളാണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സും അതുപോലെ തന്നെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങും. പ്രത്യേകത എന്താണ്, അത് രണ്ടും ബോർഡാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വ്യക്തമാണ്. ഇതിന് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് സേഫ്റ്റിക്ക് അത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ട. കാരണം നിങ്ങളുടെ അധ്യാപകർ തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എന്നാൽ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സിലബസ് നോക്കിയിട്ടും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിക്കണം. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനും സിലബസ് നോക്കി കൃത്യമായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്കൊരു പ്രോഗ്രാം ഇലക്റ്റീവ് ആണുള്ളത്. പ്രോഗ്രാം ഇലക്റ്റീവിൻ്റെ കേസിൽ അതും ബോർഡ് പേപ്പറാണ് പ്രോഗ്രാം ഇലക്റ്റീവ് എന്നുള്ളത്. ഏതൊക്കെയാണ്, മോഡേൺ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഓക്കെ, മോഡേൺ പ്രൊഡക്ഷൻ പ്രോസസ്സാണ് ഒരു 5023A എന്ന് പറയുന്നത് മോഡേൺ പ്രൊഡക്ഷൻ പ്രോസസ്സാണ്. അതും എന്താണ്, ഒരു ബോർഡ് പേപ്പറാണ്. 4 അവർ തന്നെയാണ് ആഴ്ചയിൽ ഉണ്ടായിരിക്കുക. രണ്ടാമത്തത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. അതും 4 അവറാണ് ഉണ്ടായിരിക്കുക, ബോർഡ് പേപ്പർ. ഇതിലേതെങ്കിലും പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്
ഈ 3 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഓപ്ഷൻ അല്ലെ പ്രോഗ്രാം ഇലക്റ്റീവായിട്ട് ചൂസ് ചെയ്യണം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് അതാണ് നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടത്. അത് നിങ്ങളുടെ കോളേജ് അധികൃതരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇതിൽ ഏറ്റവും കുറച്ചും കൂടി നല്ലത് മോഡേൺ പ്രൊഡക്ഷൻ പ്രോസസ്സും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പവർ പ്ലാന്റും നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ഒരു പേപ്പർ എന്ന് പറയുന്നത് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ആണ്. കുറച്ചും കൂടി നമ്മുടെ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് കുറച്ചും കൂടി നല്ലൊരു പേപ്പറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ ഓരോ ആർഗ്യുമെൻ്റ് ഉണ്ടായിരിക്കും. സോ എനിക്ക് കുറച്ചും കൂടി നല്ലതായി തോന്നുന്നത് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ആണ്. കുറച്ചും കൂടി പഠിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. സോ എന്തായാലും എല്ലാത്തിനും 4 ക്രെഡിറ്റ് വരും, 4 ഹവറാണ് വരുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റും എത്രയാണ്, 4 തന്നെയാണ്. ഓക്കെ, അത് ബോർഡ് പേപ്പറാണ്. ബോർഡ് അതായത് നമ്മുടെ SBT ആണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് സിലബസ് നോക്കി പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കമ്പാരിറ്റീവ്ലി ഡിസൈൻ നോക്കുന്ന സമയത്ത് ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സും റെഫ്രിജറേഷൻ നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഈ 3 സബ്ജക്റ്റുകളും. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് വരുന്നത് നമുക്ക് ലാബുകളാണ്. ഏതാണ് 50-27 മെഷീൻ ഷോപ്പ് പ്രാക്ടീസ്. അതിൽ വരുന്നത് മെഷീൻ ഷോപ്പാണ്, ലെയ്ത്ത്, ഷേപ്പർ അതുപോലുള്ള മെഷീൻ ഷോപ്പുകൾ ആണ് ഇവിടെ വരുന്നത്. 5th സെമ്മിൽ വരുന്നത് 50-27, അതും ബോർഡ് പേപ്പറാണ്. ഓക്കെ, ബോർഡ് പേപ്പർ 3 ബോർഡ് പേപ്പറാണ് ലാബ് വരുന്നത്. അതുപോലെ തന്നെ 3 ബോർഡ് പേപ്പറാണ് ഇത് വരുന്നത് നമ്മുടെ തിയറി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 6ാമത്തത് ഹൈഡ്രോളിക് മെഷീൻ ലാബ്. ഹൈഡ്രോളിക് മെഷീൻസ് അല്ലെ, മെഷീൻസിനെ കുറിച്ച് നമ്മൾ ആദ്യം ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നുള്ള ഒരു ലാബ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അതിന്റെ മെക്കാനിക്സും കാര്യങ്ങളാണ് പഠിച്ചത്. എന്നാൽ ഇവിടെ മെഷീൻസിനെ ഇപ്പം പമ്പ് ടർബൈൻ പോലുള്ള മെഷീൻസിനെ കുറിച്ച് പഠിക്കുന്ന ലാബാണ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മെഷീൻസ് ലാബ് എന്ന് പറയുന്നത്. അപ്പം അതും ബോർഡാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ലാബ് ഏതാണ്, ഹൈഡ്രോളിക് മെഷീൻസ് ലാബാണ്. കാരണം അവിടെ എന്തുണ്ട്, നമുക്ക് കൂടുതൽ ടാബുലാർ കോളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് അടുത്തത് ഓട്ടോമോട്ടീവ് ലാബ് എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ടുള്ള ലാബാണ് എന്ന് പറയുന്നത് ഓട്ടോമോട്ടീവ് ലാബ് എന്ന് വിളിക്കുന്നത്. സോ കുറച്ച് നിങ്ങൾക്ക് അറിയാത്തൊരു ഫീൽഡാണ്, ഒന്നുകൂടി എന്ത് ചെയ്യാം, ശ്രദ്ധിച്ച് പഠിക്കേണ്ട മറ്റൊരു ലാബാണ് ഓട്ടോമോട്ടീവ് ലാബ്. എന്നാൽ ഇത്രത്തോളം കാൽക്കുലേഷൻസും കാര്യങ്ങളൊന്നും എവിടെ വരുന്നില്ല, ഓട്ടോമോട്ടീവ് ലാബിൽ വരുന്നില്ല. അതും പക്ഷേ എന്താണ്, ബോർഡാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ ഒരു സെമസ്റ്ററിൽ നമുക്ക് അറിയാം സെമിനാർ എന്ന് പറയുന്നുണ്ട്. സെമിനാർ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പേപ്പറാണ്. ഒരു ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ ഈ സെമിനാർ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കണം. കാരണം ഈ സെമിനാറിന് നമ്മൾ തന്നെ ടോപ്പിക് സെലക്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യേണ്ടത് ഉണ്ട്. ഇതിന് കിട്ടുന്ന അവർ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ് അല്ലേ. അതായത് സെമിനാറിന് 2 മണിക്കൂറും മേജർ പ്രൊജക്റ്റിന് 3 മണിക്കൂറും എന്തുണ്ട് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെമസ്റ്ററിലെ കാര്യങ്ങൾ സെമസ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ഇത് എപ്പോഴാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്, എപ്പോൾ അവസാനിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ S5 സ്റ്റുഡൻസിന് നമ്മുടെ സ്റ്റാർട്ടിങ് ഓപ്പണിംഗ് ചെയ്യുന്നത് എന്നാണ്, കമൻസ്മെൻറ്റ് ഓഫ് S5 ക്ലാസ് 5/6/24, അതായത് ജൂണിലാണ് നമുക്ക് എന്ത് 5-ാം തീയതി മുതലാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്താണ്, അറ്റൻഡൻസ് ഓരോ മാസം കഴിയുമ്പോഴും 5-ാം തീയതി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യാറുണ്ട്, അത് ചെയ്യണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ് 1 അല്ലേ, അത് 15/7 നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ് തരുന്നത് 15-ന്റെ ഉള്ളിൽ എന്തായാലും 15/7 സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു കൃത്യമായി നിങ്ങളുടെ അധ്യാപകർ ഓരോ ടൈമും തരും. അത് ഓരോ കോളേജിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും നമുക്കൊരു പ്രത്യേക ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്, SBTയുടെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ടൈമാണ് ഈ പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ 15/7 ഫോർമാറ്റീവ് അസസ്മെൻറ്റ്, നമ്മുടെ അസൈൻമെൻറ്റ് 1ാമത്തെ അസൈൻമെൻറ്റ് വെക്കേണ്ടതും 18/7 നമ്മുടെ ഫസ്റ്റ് സീരീസ് എക്സാം അല്ലേ, നമ്മുടെ ക്ലാസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഫസ്റ്റ് സീരീസ് എക്സാം നടത്തുന്ന ഡേറ്റാണ് 18/7 എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ജൂൺ കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു. നെക്സ്റ്റ് ഓഗസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഓരോ മാസം മന്തിൽ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യണം, അറ്റൻഡൻസ് പബ്ലിഷ് ചെയ്യണം. പിന്നെ ഫോർമാറ്റീവ് അസസ്മെൻറ്റ് നമ്മുടെ അസൈൻമെൻറ്റ് 2ാമത്തെ വെക്കേണ്ടത് 19/8 സമ്മേറ്റീവ് അടുത്ത എക്സാം സെക്കൻഡ് സീരീസ് നടത്തേണ്ടത് 22/8 സോ അപ്പോൾ ഓഗസ്റ്റ് ഏകദേശം അങ്ങനെ കഴിയുന്നുണ്ട്. പിന്നെ നമ്മുടെ സെപ്റ്റംബറിൽ ഫോർമാറ്റീവ് അസസ്മെൻറ്റ് 3 ഉണ്ട്, അസൈൻമെൻറ്റ് 3 ഉണ്ട്. പിന്നെ ഓണം വെക്കേഷനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ് മോഡൽ എക്സാം, അതായത് നമ്മുടെ എല്ലാതും കഴിഞ്ഞ് 4
അതായത് 4 മൊഡ്യൂൾസുകളും കൂടി ചേർത്തിട്ട് മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 25/9 അല്ലെ, സെപ്റ്റംബർ 25 മുതൽ എന്ത് ചെയ്യണം, നമ്മുടെ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് വർക്കിംഗ് ഡേ ഫോർ S5 എന്ന് പറയുന്നത് 8-10 ഒക്ടോബർ 8 നിങ്ങളുടെ ഈ ഒരു സെമസ്റ്റർ 5th സെമസ്റ്ററിന്റെ ക്ലാസ് തീരുകയും 18 നിങ്ങളുടെ ഇന്റേണൽ മാർക്കും കാര്യങ്ങളും പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഉള്ളത്. പിന്നെ എൻഡ് സെമസ്റ്ററിന്റെ എക്സാമിനേഷൻ അല്ലെ, അതായത് അടുത്ത എക്സാം S5ന്റെ എക്സാം ഏകദേശം എത്രയും തുടങ്ങും, 10ാം മാസം ഒക്ടോബർ 21 തന്നെ എന്ത് ചെയ്യും, ഏകദേശം എക്സാം തുടങ്ങും എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ക്ലാസ് വളരെ കുറഞ്ഞ 3-4 മാസം അല്ലെ, ഒക്ടോബർ 21 എക്സാം സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ക്ലാസ് ഒക്ടോബർ 8 വരെയാണ് നിലവിലുള്ളത്. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു കേസ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഇനിയുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ മാക്സിമം ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുക, അറ്റൻഡൻസ് ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുക, നോട്ടുകൾ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക, പഠിക്കാൻ ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇത് ഒക്ടോബർ 8 നമ്മുടെ ക്ലാസ്സുകൾ, റെഗുലർ ക്ലാസ്സുകൾ S5ൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, അവസാനിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you for watching.